വെൽക്കം, തഹ്മാനാണ്. ഈ വീഡിയോ സെൽ സിഗ്നലിംഗ് ഓർ സെൽ ട്രാൻസ്ഡക്ഷൻ ഓർ ട്രാൻസ്ഡ്യൂസർ മെക്കാനിസംസ്. സോ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ആൻഡ് ഇത് ഫാർമക്കോ ഡൈനാമിക്സിൽ വരുന്നതാണ്. നമ്മൾ റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് അധികം പറയുക. ദെൻ വിവിധ സെൽ ട്രാൻസ്ഡക്ഷൻ മെക്കാനിസംസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് ഇവ പ്രവർത്തിക്കുന്നത് ഒരു ജനറൽ ഐഡിയ നമുക്ക് ആദ്യം ഉണ്ടാവണം. സോ അപ്പോൾ എന്താണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഓർ സെൽ സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് ബാക്ടീരിയ എന്ന് വിചാരിക്കുക. ഈ ബാക്ടീരിയയ്ക്ക് ഒറ്റ ഒരു സെല്ലേ ഉള്ളൂ. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പക്ഷെ ബാക്ടീരിയയുടെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഡെഫിനറ്റ്ലി ബാക്ടീരിയയുടെ അകത്ത് മാറ്റങ്ങൾ വരാൻ കാരണമാകും. പക്ഷേ മറ്റു ജീവികൾ, ഇപ്പൊ മനുഷ്യൻ, പട്ടി അല്ലെങ്കിൽ പൂച്ച, ഇതൊന്നും ഇങ്ങനെയല്ല. അവ മില്യൺസ് ആൻഡ് മില്യൺസ്, മില്യൺസ് അല്ല ട്രില്യൺസോ അങ്ങനെ കോടാനുകോടി സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ ഇവ തമ്മിൽ പുറത്തുനിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് മറ്റ് സെല്ലുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. തൊട്ടടുത്തിരിക്കുന്ന സെല്ലാകാം, വളരെ ദൂരെയുള്ള സെല്ലുകളാകാം. സോ ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവസാനം റിസൾട്ട് വന്നെങ്കിൽ സെല്ലിന്റെ അകം, ഓരോ സെല്ലിന്റെ ഉള്ളിലും ചില കാര്യങ്ങൾ സംഭവിക്കണം, മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോക്രൈൻ ആകാം. ഇപ്പോൾ ഈ ഒരു സെല്ല് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഉണ്ടാക്കിയിട്ട് സ്വയം ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ടി സെൽസ്, ഇത് ടി സെല്ലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്റർലൂക്കിൻസ് വഴിയൊക്കെ ഇങ്ങനെ ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ ബി പാരാക്രൈൻ. തൊട്ടടുത്തിരിക്കുന്ന സെൽ, ഈ സെല്ല് ഇപ്പോൾ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടാക്കി ഇവിടെ ഇടുന്നു, അപ്പോൾ ഈ സെല്ലിന് അതുമായിട്ട് ബന്ധപ്പെടാം. സോ തൊട്ടടുത്തിരിക്കുന്ന സെല്ലുമായിട്ട് ബന്ധപ്പെടാം. സോ ക്യാൻ ബി റിലീസ്ഡ് ലോക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിരിക്കാം. ഓർ തൊട്ടടുത്ത് ഇങ്ങനെ രണ്ട് സെല്ലുകൾ ചേർന്നിരിക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ജെക്സ്റ്റാക്രൈൻ എന്ന് വിളിക്കാം. സോ ഇത് പാരാക്രൈൻ ആണ്. പാരാക്രൈൻ, ഇത് നമ്മൾ പറഞ്ഞത് ഓട്ടോക്രൈൻ ആണെന്ന് പറഞ്ഞു. ഓട്ടോക്രൈൻ, പാരാക്രൈൻ. തൊട്ടടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇന്റർസെല്ലുലാർ അഡ്ഹഷൻ, സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ഒക്കെ വഴിയാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ജെക്സ്റ്റാക്രൈൻ എന്ന് കൂടി നമുക്ക് പറയാം. ഓർ ഇറ്റ് ക്യാൻ ബി എൻഡോക്രൈൻ ആണ്. ഇവിടെ ഒരു സെല്ലിരിക്കുന്നു, ദൂരെ ഇവിടെയാണ് ഒരു സെല്ലിരിക്കുന്നത്. ഇതിൽ നിന്ന് ബ്ലഡ് വഴി, ബ്ലഡ് വെസൽസിലൂടെ ഇതിൽ നിന്ന് ചില ഹോർമോൺസ് വഴി അത് ഇവിടെ എത്തുന്നു. ദെൻ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഒരു ന്യൂറോൺ ഇവിടെ എത്തുന്നു, ന്യൂറോണിന്റെ ആക്സോൺ ഇവിടെ എത്തുന്നു. അതിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് എൻഡോക്രൈൻ ആണ്. ഇത് ബൈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. സോ ഇങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവസാനം ഈ സെല്ലിനകത്ത് ഇന്റർസെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടന്നാലും അവസാനം ഇൻട്രാസെല്ലുലാർ, ഈ സെല്ലാണെങ്കിൽ ഇതിനകത്ത് ചില പാത്വേസുകൾ പ്രവർത്തിക്കണം. ഇപ്പൊ ബാക്ടീരിയ നേരിട്ട് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാലും ഇതിനകത്ത് there had to happen some changes. Intracellular signaling pathways പലതും നടക്കണം. സോ സെല്ലുലാർ സിഗ്നലിംഗ് ഓർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽ അതിന്റെ എക്സ്റ്റേണൽ സിഗ്നൽ റിസീവ് ചെയ്യണം. സോ റിസീവ് ചെയ്തിട്ട് എക്സ്റ്റേണൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഞാനിവിടെ പറഞ്ഞു ഓട്ടോക്രൈനിലാണെങ്കിൽ സ്വന്തം തന്നെ ആയിരിക്കാം. റിസീവ് ചെയ്തിട്ട് അതൊരു സെല്ലുലാർ റെസ്പോൺസ് ആയിട്ട് മാറ്റുന്ന ആ ചേഞ്ച്, ആ പ്രക്രിയ, ദ പ്രോസസ് ആണ് നമ്മൾ എന്ത് വിളിക്കുക, സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് നമ്മൾ വിളിക്കും. സോ സറൗണ്ടിങ് എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ സെല്ലിനകത്ത് ചില സെല്ലുലാർ റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ. സോ എക്സ്റ്റേണൽ സിഗ്നൽസ് റിസീവ്ഡ് ബൈ സെൽ ആർ കൺവേർട്ടഡ് ടു സം സെല്ലുലാർ റെസ്പോൺസ് ഈസ് ദ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ ഓർ സെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ്. സോ ഇതിന്റെ സ്റ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഒരു സിഗ്നൽ റിസീവ് ചെയ്യണം, അല്ലെ, സിഗ്നൽ റിസീവ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ. സോ സിഗ്നൽ റിസീവ് ചെയ്യാനായിട്ട് ഒരു സിഗ്നൽ മോളിക്യൂൾ ഉണ്ടായിരിക്കണം. സിഗ്നൽ മോളിക്യൂളിനെ നമ്മൾ ലിഗൻഡ് എന്നാണ് വിളിക്കുക. സിഗ്നൽ മോളിക്യൂൾ ആണ് ആദ്യം വേണ്ടത്, ലിഗൻ. ആൻഡ് ലിഗനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ, ഇഫ് ദിസ് ഇസ് എ സെൽ, സിഗ്നലിനെ റിസീവ് ചെയ്യാനായിട്ട് ഇവിടെയോ എവിടെയെങ്കിലും വരട്ടെ, തൽക്കാലം നമുക്ക് ഇവിടെ വരയ്ക്കാം, ഒരു റിസപ്റ്റർ വേണം. റിസപ്റ്റർ. ഇപ്പൊ രണ്ടാമത്തത് സിഗ്നൽ റിസീവ് ചെയ്യാനായിട്ടുള്ള റിസപ്റ്റർ വേണം. റിസപ്റ്ററിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ലിഗൻ ഗേറ്റഡ് അയൺ ചാനൽ റിസപ്റ്റർ. സോ ലിഗൻഡ് വന്ന് റിസപ്റ്ററിൽ പിടിക്കുമ്പോൾ ഈ റിസപ്റ്റർ നേരത്തെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. സപ്പോസ് റിസപ്റ്റർ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരണം. അതിനെ നമ്മൾ വിളിക്കുക കൺഫർമേഷണൽ ചേഞ്ചസ്. കൺഫർമേഷണൽ ചേഞ്ചസ് ഹാസ് ടു ഒക്കർ. നേരത്തെ ഇരുന്ന പോലെ അല്ല. ഇപ്പോൾ ലിഗൻഡ് വന്ന് പിടിക്കുമ്പോൾ ഇതിങ്ങനെ ആയെന്ന് വരിക. ഇങ്ങനെയൊന്നും അല്ല, എങ്കിലും ഇങ്ങനെ ആയെന്നങ്ങ് വിചാരിക്കുക. സോ ദർ ഹാസ് ഹാപ്പൻ സർട്ടൻ കൺഫർമേഷണൽ ചേഞ്ചസ്. ഇനി ഈ വരുന്ന ലിഗൻഡ് സെൽ മെംബ്രെയിൻ കടക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത് സെൽ മെംബ്രെയിൻ ആണല്ലോ, കടക്കാൻ പറ്റാത്തതിനാണ് പുറത്ത് വെച്ചിരിക്കുന്നത്, സെൽ മെംബ്രെയിനകത്ത് വെച്ചിരിക്കുന്നത്. ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് നമ്മൾ വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്രിനാലിൻ. ഇപ്പോൾ ഇത് വരുന്ന അഡ്രിനാലിനാണെന്ന് വിചാരിക്കുക. അഡ്രിനാലിൻ ഇവിടെ ബൈൻഡ് ചെയ്യുക, ജി പ്രോട്ടീൻ
പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററാണ്. ഇങ്ങനെ ഇരിക്കും. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിൽ ഒന്ന് ബൈൻഡ് ചെയ്യും ആൻഡ് അതിന്റെ ആക്ഷൻ നടക്കും. പക്ഷെ വരുന്നത് അസറ്റൈൽ കൊളീൻ ആണെന്ന് വരിക. അസറ്റൈൽ കൊളീൻ വന്നു കഴിഞ്ഞാൽ അതിന് 2 തരം റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാം. ഒന്ന് നിക്കോട്ടിനിക് ആണ്, അതിങ്ങനെ വരയ്ക്കാം നമുക്ക് തൽക്കാലം. നിക്കോട്ടിനിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് ഇതേപോലെയുള്ള ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ഉണ്ട്. സോ 2 തരം റിസപ്റ്ററിൽ വേണമെങ്കിൽ ബൈൻഡ് ചെയ്യാം. ഇനി വരുന്നത് ഇൻസുലിൻ ആണെന്ന് വിചാരിക്കുക. ഇൻസുലിൻ ആണെങ്കിലും ഇവിടെ തന്നെയാണ്. ഇവിടെയുള്ള റിസപ്റ്ററിന്റെ പേര് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ് ആണ്. എൻസൈം കൈനേസ് ലിങ്ക്ഡ് ആണ്. അതിൽ ഫേമസ് ഒന്നാണ് ടൈറോസിൻ കൈനേസിലായിരിക്കും. സോ അത് സംഭവിക്കുന്നു. ഇനി വരുന്നതിനകത്തേക്ക് കൂളായിട്ട് കടക്കാൻ പറ്റുമെങ്കിൽ റിസപ്റ്റേഴ്സ് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിനകത്തേക്കും കയറാൻ പറ്റുമെങ്കിൽ DNA-യിൽ തന്നെ നേരിട്ട് പോയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ളത് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ്. സോ എന്തായാലും റിസപ്റ്റേഴ്സിൽ ലിഗൻഡ് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ റിസപ്റ്ററിൽ ഒരു മാറ്റം വരും. കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും ആൻഡ് ദിസ് പ്രൊഡ്യൂസസ് സം ഇൻട്രാ സെല്ലുലാർ ചേഞ്ചസ്. ഈ ഇൻട്രാ സെല്ലുലാർ ചേഞ്ചസ് നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്ത പ്രോസസ്സ് നടക്കുക ട്രാൻസ്ഡക്ഷൻ ആണ്. ട്രാൻസ്ഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം ഇത് സെൽ മെംബ്രെയിൻ ആണെന്ന് അങ്ങ് കരുതുക. സപ്പോസ് ദിസ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് ഇപ്പോൾ ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ ആണെന്ന് കരുതുക. സോ ദിസ് ഇസ് നമ്മൾ ലിഗൻ ഗേറ്റഡ് ഇങ്ങനെയാണ് വരയ്ക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ലിഗൻ ഗേറ്റഡിന്റെ കുറച്ച് സ്ട്രക്ചർ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് സോ ഇതിൽ തന്നെ ഇപ്പോൾ അസറ്റൈൽ കൊളീൻ ആണ് ഇവിടെ വരിക. അസറ്റൈൽ കൊളീൻ ഇവിടെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിൽ തന്നെയുള്ള ചാനൽ ഉണ്ട്, അയോൺ ചാനൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനുള്ള സോഡിയമോ അങ്ങനെയുള്ള പോസിറ്റീവ് സാധനങ്ങൾ ചിലപ്പോൾ അകത്തേക്ക് കയറും. ആൻഡ് അപ്പോൾ സെല്ലിനകത്ത് പല മാറ്റങ്ങൾ വരും. സെല്ലിനകത്ത് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ പല മാറ്റങ്ങൾ വരും. ഇനി ഗാബ എ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഗാബ എ ആണെങ്കിൽ കയറുന്നത് സോഡിയം പോസിറ്റീവ് അല്ല, ക്ലോറിൻ നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെല്ലിനകം ഹൈപ്പർ പോളറൈസേഷൻ ആണ് ഉണ്ടാവുക. ഇതാണെങ്കിൽ ഡീപോളറൈസേഷൻ ആണെങ്കിൽ ഇത് ഹൈപ്പർ പോളറൈസേഷൻ ആയിരിക്കും. സെൽ ബിക്കംസ് കൂടുതൽ നെഗറ്റീവ് ആകും സെല്ലിനകം, ഇത് കൂടുതൽ പോസിറ്റീവ് ചാർജ് ആകും. ഇനി ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണെങ്കിൽ ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിനകത്ത് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോട്ടീൻസ് ഉണ്ട്. ഇങ്ങനെ ചില പ്രോട്ടീൻസ് ഇരിപ്പുണ്ടാവും. ഈ പ്രോട്ടീൻസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇവിടെ ഇത് പിടിക്കുമ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആവും. ഇതപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വേറെ ഏതെങ്കിലും ഇവിടെ ഒരു ഇപ്പോൾ സപ്പോസ് ദിസ് ഇസ് അഡിനൈലൈറ്റ് സൈക്ലേസ്, ഒരു എക്സാമ്പിൾ ആണോ, വൺ എക്സാമ്പിൾ മാത്രം. അഡിനൈലൈറ്റ് സൈക്ലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റഡ് ആവും. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ പല ആൾക്കാരെയും ഇവിടെ കിടക്കുന്ന ഒരാളെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ATP ഓർ AMPനെ സൈക്ലിക് AMP ആക്കി മാറ്റാണ്. ATPയെ സൈക്ലിക് AMP ആക്കി മാറ്റുകയാണ്. അപ്പോൾ സൈക്ലിക് AMPയുടെ ലെവൽ കൂടും. ഇനി സൈക്ലിക് AMPയുടെ ലെവൽ കുറയ്ക്കുന്ന തരം ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, അത് വേറെ ആണ്. അല്ലെങ്കിൽ ഇതിന് വേറൊരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഡിനൈലൈറ്റ് സൈക്ലേസ് അല്ലാതെ ഇപ്പോൾ ഫോസ്ഫോലിപ്പേസ് ആണെങ്കിൽ ഫോസ്ഫോലിപ്പേസ് വഴി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്ഫോലിപ്പേസ് C വഴി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് IP3 ആൻഡ് DAG ആയിരിക്കും ഉണ്ടാവും. സോ ഇവിടെ എന്തൊക്കെ ഉണ്ടായി, സൈക്ലിക് AMP ഉണ്ടായി, IP3 ഉണ്ടായി, DAG. സോ ഇതിനെല്ലാം കൂടി നമ്മൾക്ക് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് വിളിക്കാം. ആൻഡ് IP3 പോയിട്ട് എന്ത് ചെയ്യും, കാൽഷ്യം ചാനൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതും സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. സോ ഇവിടെ ഒരു മരുന്ന് അല്ലെങ്കിൽ ലിഗൻഡ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നത് ഇതിനകത്തുള്ള പല സംഭവങ്ങൾ കൂടി, സൈക്ലിക് AMP കൂടി, IP3 കൂടി, DAG കൂടി, കാൽഷ്യം കൂടി. സോ ഇതെല്ലാമാണ് നമ്മൾ ഈ പറയുന്ന പല സ്റ്റെപ്സ് ഓഫ് ഇൻട്രാസെല്ലുലാർ ആക്ടിവേഷൻ സ്റ്റെപ്സുകളാണ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇൻട്രാസെല്ലുലാർ ചേഞ്ചസ് ആണ്. ആൻഡ് ഈ കാര്യങ്ങൾ നമ്മൾ GPCR എന്നുള്ള വീഡിയോയിൽ നിന്നുണ്ട്. ഇത് നമ്മൾ ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽസ് എന്നുള്ള അടുത്ത വീഡിയോയിലായിരിക്കും പറയാം. ഇനി സപ്പോസ് വീണ്ടും അടുത്തത് മൂന്നാമത്തെ തരം റിസപ്റ്റർ എൻസൈം ലിങ്ക്ഡ് ആണെന്ന് വിചാരിക്കുക. സോ അതിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ വേറൊരെണ്ണം ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഇത് രണ്ടും കൂടി ഒന്നാവും. ഇത് രണ്ടും കൂടി ഒന്നായി കഴിഞ്ഞ് ഇതിനകത്ത് ഇവിടെ ചില മാറ്റങ്ങൾ നടക്കും. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും മാറ്റം, ചിലപ്പോൾ ഇല്ലാതെ ഇവിടെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഡൈമറൈസേഷൻ എന്നാണ് പറയുക. സോ ദിസ് ഇസ് ടൈറോസിൻ കൈനേസ് റിസപ്റ്റർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബ്രോഡായിട്ട് എൻസൈം കൈനേസ് ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇത് ആക്ടിവേറ്റ് കഴിഞ്ഞാൽ സീരീസ് ഓഫ് ചേഞ്ചസ്, ഇതേപോലെ അല്ല ഇതിനേക്കാളൊക്കെ 100 കണക്കിന് വ്യത്യാസങ്ങളുള്ള ചേഞ്ചസ് നമുക്ക് ഇവിടെ നടക്കും. സോ നമുക്ക് അത് നമ്മൾ ലിഗൻ ഗേറ്റഡ് അയണിനെ കുറിച്ച് പറയും, GPCRനെ കുറിച്ച് പറയും, ഇതിനെക്കുറിച്ച് പറയും. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വീണ്ടും കൂടുതൽ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യും. അവസാനം ഇത് പോയി ജീൻ എക്സ്പ്രഷനിലേക്ക് ആയിരിക്കും പോകുക, അല്ലെങ്കിൽ പല മാറ്റങ്ങൾ വരാം. ആൻഡ് ഇതേപോലെ വരുന്ന ആൾ ന്യൂക്ലിയർ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് കയറ്റിയിട്ടും മാറ്റങ്ങൾ വരാം. സോ ഈ നടക്കുന്ന സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻസ് എന്തൊക്കെയാണ്, ഇവിടെ ഇത് ബൈൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സീരീസിനകത്ത് ത്രൂ ആയിട്ട് നമ്മൾ പറയും. ഇങ്ങനെയുള്ള വിവിധ തരം ആക്ഷൻ. ആൻഡ് ചിലത് വളരെ കുറച്ച് നേരം മാത്രം നിൽക്കുള്ളൂ. ഇപ്പോൾ ഇത് ഉദാഹരണം, ഇത് ലിഗൻ ഗേറ്റഡ് അയൺ ചാനൽ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു മസിൽ കൺട്രാക്ഷൻ ആയിരിക്കാം, മസിൽ കൺട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഉറങ്ങി പോകുന്നു. ഇതൊക്കെ
അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക. ആൻഡ് ഇത് ചിലപ്പോൾ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാകാം. ഒരു സെല്ലിൽ കുറച്ച് നേരം ഇപ്പോൾ ചില സെക്രീഷൻസ് ഒക്കെ നടത്തുകയായിരിക്കാം, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കൽ, രക്തക്കുഴൽ വികസിപ്പിക്കൽ, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ നടക്കുക. ഇതൊക്കെ ആണെങ്കിൽ കുറേ കൂടി ദീർഘനേരമായിരിക്കും. ഇപ്പോൾ ഇൻസുലിൻ ആണെങ്കിൽ കുറേ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസിനകത്തേക്ക് കയറ്റും സെല്ലിനകത്തേക്ക്. ഇപ്പോൾ ഇതാണെങ്കിൽ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ചിലത് ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ നാൾ നീണ്ടു. ഇപ്പോൾ ഇത് ഈസ്ട്രോജൻ ഹോർമോൺ ആണെങ്കിൽ ഒരു സ്ത്രീയിലാണ് പ്രവർത്തിക്കുക, പെൺകുട്ടിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീ ആവുകയാണ്, പുരുഷനിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവൻ പുരുഷനാവുകയാണ്. സോ അങ്ങനെയൊക്കെയുള്ള ദീർഘനാൾ ഉള്ള ചേഞ്ചസ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക. സോ ഈ സെല്ലിൽ നടക്കുന്ന ഇൻട്രാ സെല്ലുലാർ മെക്കാനിസംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ മെക്കാനിസംസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസിനെ കുറിച്ച് പറയും, ദെൻ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയണം, ദെൻ ടൈറോസിൻ കൈനേസ് ഓർ എൻസൈംഡ് ലിങ്ക്ഡ് റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയണം. ഇവിടെ നമുക്ക് ആദ്യം ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ സ്റ്റെപ്സിലേക്ക് വരും. ഇവിടെയാണ് നമുക്ക് മാപ്പ് കൈനേസ് പാത്വേ കുറിച്ച് പറയാനുണ്ട്. ദെൻ PI3 mTOR പാത്വേ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. JNK പാത്വേ കുറിച്ച് നമുക്ക് പറയണം. P38 പാത്വേ, ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ളതാണ്. പക്ഷെ അതിനുശേഷം വേറെയും കുറേ പാത്വേസ് ഉണ്ട്. പറ്റുമെങ്കിൽ അത് ആ പാത്വേസും ഞാൻ പറയും. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ്. സോ ഇതിനെക്കുറിച്ചും പറയും. സോ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പാത്വേ ആണ് നമ്മുടെ സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേസ്. സോ സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേസ് എന്ന് പറഞ്ഞാൽ വെറുതെ മാപ്പ് കൈനേസ്, PIP3 അല്ലെങ്കിൽ ഇത് മാത്രമല്ല, നമ്മുടെ ഇതും ഡ്യൂ ടു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ആക്ഷൻ പലതും തമ്മിൽ ഇപ്പോൾ ഇതിൽ നിന്നൊരു സംഭവം ഉണ്ടായെന്ന് വിചാരിക്കാം, ഒരു ആക്ടിവേറ്റഡ് പ്രോഡക്റ്റ്. ചിലപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ തടയാനൊക്കെ പറ്റും. തമ്മിൽ ഇടപെടാം, ഇവർക്കും ചിലപ്പോൾ ഇടപെടാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് പോയിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും. ഓക്കെ, സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുക. സോ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ലിഗൻഡ് ഗേറ്റഡ്, GPCR, ELR, EVR, ദെൻ മാപ്പിക് കൈനേസ്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ആണ് ഇതിൻ്റെ പുറകെ വരിക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.